ഹലോ ഹായ് എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു അച്ചാറാണ്. അപ്പോൾ വളരെ ഈസിയായി രുചികരമായ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഒരു 5 വിളഞ്ഞ പാഷൻ ഫ്രൂട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ച് ഇതിനുള്ളിൽ നമുക്ക് പൾപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിനുള്ളിൽ ആ പൾപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അച്ചാറിന്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഒരു 2 കഷ്ണം ഇഞ്ചി നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ്. അപ്പം വെളുത്തുള്ളി ഞാൻ ഒരു ഏകദേശം ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അച്ചാറിന് വേണ്ടിയിട്ട് വേണ്ടത് മസാലപ്പൊടികളാണ്. നമ്മുടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, നമുക്ക് ആവശ്യത്തിന് കായം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് നമുക്ക് ചീനിച്ചിട്ട് വെക്കാം. എണ്ണ ഒഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടി എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി നന്നായി ഇളക്കി നല്ലപോലെ മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മസാലപ്പൊടി നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പുളി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. ഇത് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ചേർത്താൽ മതി. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ പാഷൻ ഫ്രൂട്ട് അച്ചാർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് നമുക്കത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ രുചികരമായ നല്ല ഈസിയായി ഉണ്ടാക്കാവുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട് അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുകയും വേണം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെയും കാണാം.